ഹായ്! ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി CCNA ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 47, 48 വീഡിയോളം ചെയ്യുന്ന സമയത്താണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ CCNA ക്ലാസ്സിൽ ഉൾപ്പെട്ടതല്ല. നമ്മൾ പുതിയൊരു സീരീസ് കൂടി നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോൾ CCNA ഒക്കെ പഠിക്കുന്നവർ ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു എൻട്രി ലെവൽ കോഴ്സാണ് എന്ന് ഞാൻ പറഞ്ഞു. CCNAയുടെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നെറ്റ്വർക്കിംഗ് മേഖലയിലോട്ടൊക്കെ കടക്കുന്നവർക്ക് ഫസ്റ്റ് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ CCNA എന്ന് പറയുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾ CCNA ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കോഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു കോഴ്സ് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് മേഖല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരു നെറ്റ്വർക്കിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ CCNA പോലെയുള്ള മറ്റ് ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. ഓരോ കോഴ്സുകൾക്കും അതിൻ്റേതായ ജോബ് വേക്കൻസികളുണ്ട്. നിങ്ങളിപ്പോൾ 1, 2 കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ CCNAയുടെ കൂടെ നിങ്ങൾ വേറൊരു നെറ്റ്വർക്കിംഗ് കോഴ്സ് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ ഒരു കമ്പനിയിൽ 2 ജോബ് റോൾ ഉണ്ടെങ്കിൽ ആ 2 ജോബ് റോളും നിങ്ങൾക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ടൊക്കെ നമ്മുടെ കരിയർ നമുക്ക് ഗ്രോത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സും അതുപോലത്തെ ഒരു കോഴ്സാണ്. CCNA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് നിങ്ങൾ വീഡിയോയുടെ നെയിമിൽ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കോഴ്സ് സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സാണ്. മൈക്രോസോഫ്റ്റ് സർവർ അഡ്മിനിസ്ട്രേറ്റർ. ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾ ഒരു നെറ്റ്വർക്കിംഗ് മേഖലയിൽ ജോലി കിട്ടുമ്പോൾ പലർക്കും പല പേരായിരിക്കും ആ ജോലി. ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, സർവർ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ടും CCNA പഠിച്ച ഒരാളുടെ ഒരു മൈൻഡിൽ വരും, ഇപ്പോൾ സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സ് എനിക്ക് എന്ന ജോലിക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ പഠിച്ചത് CCNA അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന മേഖലയിലോട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? സർവറിനെ കുറിച്ച് അറിഞ്ഞു വെക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ ഇനി നമ്മുടെ ഈ ഒരു ചാനലിൽ CCNAയുടെ ക്ലാസ്സുകൾ ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഓൾറെഡി മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേറ്റർ ഏകദേശം ഒരു 2015 ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. അന്ന് സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പേരല്ല ഇതിനുള്ളത്. അന്ന് ഇതിന് MCSA ഉണ്ടായിരുന്നു. അതിനുശേഷം MCSE എന്ന് പറഞ്ഞ പേരിലാണ് ഈ ഒരു കോഴ്സ് ഉണ്ടായിരുന്നത്. നമുക്ക് MCSA അല്ലെങ്കിൽ MCSE പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പോൾ CCNAയുടെ ഒക്കെ എക്സാം പോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ MCSE എന്ന് പറയുന്ന കോഴ്സൊന്നും ഇപ്പം ഇല്ല. അതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മൈക്രോസോഫ്റ്റ് റിമൂവ് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ മൈക്രോസോഫ്റ്റ് 365 എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ജോബ് റോളിലോട്ട് അവർ കൊണ്ടുവന്നു. സർട്ടിഫിക്കേഷൻ റോളിലോട്ട് കൊണ്ടുവന്നു 365. ഇപ്പോൾ 365ൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സർവർ അഡ്മിനിസ്ട്രേറ്റർ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പക്ഷേ ഞാനതങ്ങനെ കൂടുതൽ ആ സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓൾറെഡി CCNA പഠിക്കുക. CCNAയ്ക്ക് ശേഷം നിങ്ങൾ സർവർ അഡ്മിനിസ്ട്രേറ്ററും കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർവർ അഡ്മിനായിട്ടും നെറ്റ്വർക്ക് അഡ്മിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഈ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ 365 ജോബ് റോളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടി വരും. പക്ഷേ ഈ കോഴ്സ് ഇപ്പോഴും ലൈവിലാണ്. ഇപ്പോഴും എല്ലാ IT ട്രെയിനിങ് സെൻറ്ററുകളും ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട്. സർവർ അഡ്മിനിസ്ട്രേറ്റർ മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. കാരണം സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന MCSA, MCSEയുടെ ഒന്നും സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു സർവർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു വെക്കണം, അതിനെക്കുറിച്ച് പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു കോഴ്സ് ലൈവായിട്ടുള്ളത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് സർവർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോൾ എന്താണ് സർവർ എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു ഓർമ്മ വേണം. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സർവറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ മൈക്രോസോഫ്റ്റ് സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാനുള്ള കാരണം ഈ കമ്പ്യൂട്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 10, വിൻഡോസ് 11 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള 8.1, 8, 7, വിസ്റ്റ, XP ഒക്കെ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ.
മൈക്രോസോഫ്റ്റ് പോലെ അടുത്തൊരു സ്ഥാപനമാണ് നമ്മുടെ ലിനക്സ്. ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ആകെ അറിയാവുന്നത് ലിനക്സിൻ്റെ ഉബുണ്ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ ലിനക്സിൻ്റെ മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാലി ലിനക്സ് ഉണ്ട്, പാരറ്റ് ഉണ്ട്, ഫെഡോറ വരുന്നുണ്ട്. അങ്ങനെ ലിനക്സിന് ഒട്ടനവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണമാണ്. ഇനി മൈക്രോസോഫ്റ്റിൻ്റെ സർവറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സർവർ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം, അല്ലെങ്കിൽ ഒരു സർവർ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് എന്ന് നോക്കാം. ഒരു സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു സർവർ ഉണ്ടാവും, നെറ്റ്വർക്ക് ഉണ്ടാകും, യൂസേഴ്സ് ഉണ്ടാകും. അതിനെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു IT പ്രൊഫഷണലാണ് ഈ പറയുന്ന ഒരു സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഒരു കമ്പനിയിലെ എല്ലാ കമ്പ്യൂട്ടറുകളും സർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ CCNAയിൽ ഒരു സ്ഥാപനത്തിൽ വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു 3-4 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഓരോ നെറ്റ്വർക്ക് വെച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും നമ്മൾ തിരിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. ആ സ്ഥാപനത്തിൽ സർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. സർവർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൽ പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അതാണ് മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 10ഉം 11ഉം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിൽ 11 ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ നമ്മുടെ സ്ഥാപനത്തിൽ സർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ സർവർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ സർവർ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ 10ഉം 11ഒന്നും അല്ല, മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മുടെ കമ്പനിയിലിരിക്കുന്ന, നമ്മുടെ ഓഫീസിലിരിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളും, അതിപ്പോൾ 2-3 നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, റൂട്ടറും സ്വിച്ചൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരുന്നാൽ പോലും എല്ലാ നെറ്റ്വർക്കുകളും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സർവർ എന്ന് പറയുന്ന നെറ്റ്വർക്കല്ല, എല്ലാ സിസ്റ്റങ്ങളും ഈ ഒരു സർവർ എന്ന് പറയുന്ന സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ. ആ സർവറാണ് ആ എല്ലാ സിസ്റ്റങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സർവറിന് അണ്ടറിലായിരിക്കും എല്ലാ സിസ്റ്റങ്ങളും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സർവറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനൊക്കെ ആര് വേണം? ഒരു സർവർ അഡ്മിനിസ്ട്രേറ്ററിന് ആവശ്യമുണ്ട്. CCNA എന്താ? CCNA ഈ നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ്. സർവർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി എന്താ? ഈ സർവർ, ഇപ്പം എല്ലാ നെറ്റ്വർക്കുകളും സർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകളും സർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്താണ് ഒരു സർവർ അഡ്മിൻ ചെയ്യുക? സർവർ അഡ്മിൻ ഈ കണക്റ്റഡ് ആയിരിക്കുന്ന ഈ സർവർ സിസ്റ്റം ഉണ്ടല്ലോ, ഇത് പ്രോപ്പറായിട്ട് വർക്കായാലല്ലേ ബാക്കിയുള്ള ആ സർവറിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ സിസ്റ്റങ്ങൾക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർവർ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണ്ടേ? അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു സർവർ അഡ്മിൻ ആവശ്യമാണ്. ആ സർവർ സിസ്റ്റത്തിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും? മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണ്ടേ? ആ സർവറിനെ കുറിച്ച്, ആ സർവർ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് നല്ല നോളജ് വേണ്ടേ? എന്നാലല്ലേ ഉള്ളൂ നമുക്ക് ആ സർവറിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ആ ഒരു സർവർ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണ് സർവർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത്. അപ്പോൾ സർവർ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ജോലി അതാണ്. ആ ഒരു കമ്പനിയിൽ ഒരു സർവർ ഉണ്ടെങ്കിൽ ആ സർവറിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. കാരണം എല്ലാ സിസ്റ്റങ്ങളും ആ സർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സർവറിൽ നിന്ന് കൊടുക്കുന്ന സർവീസുകളായിരിക്കും ആ സിസ്റ്റങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ സർവർ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സർവർ സിസ്റ്റത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഓഫീസിന് 5 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിലും വിവിധ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും അല്ലേ? ഓരോരോ ഈ കമ്പ്യൂട്ടറുകളുടെ എല്ലാം ഡാറ്റകൾ, അവർ ചെയ്യുന്ന ഫയലുകളും അവരുടെ മറ്റ് ഡോക്യുമെൻറ്റുകളും എല്ലാം സ്റ്റോർ ആവുന്നത് ഈ സർവറിലായിരിക്കും. ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എന്ന് വിളിക്കും. സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓഫീസിൽ 100 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ ഓഫീസിൽ ഒരു സർവറും ഉണ്ട്. ഈ 100 കമ്പ്യൂട്ടറുകൾ ഈ സർവറുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഈ 100 കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന വർക്കുകളും ആ കമ്പ്യൂട്ടറുകളുടെ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സർവറിലാണ്. ഇപ്പം നോർമലായിട്ട് സർവർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു 100 കമ്പ്യൂട്ടർ ഉണ്ട്. 100 കമ്പ്യൂട്ടർ 100 വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാന്ന് വിചാരിക്കുക. റൂട്ടർ സ്വിച്ചൊക്കെ ഉപയോഗിച്ചത് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സിസ്റ്റങ്ങളുടെ ഫയലുകൾ അതത് കമ്പ്യൂട്ടറുകളാണ് ഇരിക്കുന്നത്. നോർമലായിട്ട് ഒരാൾ വന്നു അയാളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു, അയാൾ വർക്ക് ചെയ്യുന്നു, അയാൾ ആ കമ്പ്യൂട്ടറിൽ ഫയൽ സേവ് ചെയ്തിട്ട് പോണു. മിഷനാണ്, ഹാർഡ് ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നു എന്ന് വിചാരിക്കുക.
സ്വാഭാവികമായിട്ടും അയാൾ ഇരിക്കുന്ന കമ്പ്യൂട്ടറിലാണ് അയാളുടെ ഡാറ്റ സ്റ്റോർ ആവുക. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഹാർഡ് ഡിസ്കിലാണ് ഡാറ്റ സ്റ്റോർ ആയിട്ടുണ്ടാവുക. ആ ഡാറ്റ ലോസ് ആവില്ലേ? അപ്പം നമുക്ക് നമ്മുടെ കമ്പനിയിലെ എല്ലാ ഫയലുകളും നമുക്ക് ഒരു ഭാഗത്ത് എന്താവണം? ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോർ ആവണം. അതെവിടെ സ്റ്റോർ ആവുക? സെർവറിലാണ് സ്റ്റോർ ആവുക. ഇനി യൂസേഴ്സിനെ ഫയൽ ഷെയർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു. സെർവർ എന്നാണ് നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്നത് മറ്റ് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ആൾക്കാരെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 100 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ 100ലും ജോലി ചെയ്യാൻ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എംപ്ലോയീസ് എന്ന് വിളിക്കുന്നത്, യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫയലുകളൊക്കെ എവിടുന്നാണ് കിട്ടുക? സെർവറിലാണ്. എല്ലാ ഫയലും സേവ് ആവുന്നത് സെർവറിലാണ്. യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫയലുകളൊക്കെ വരുന്നത് എവിടുന്നാണ്? നമ്മുടെ സെർവറിൽ നിന്നാണ്. ഡൊമെയിൻ കൺട്രോൾ ചെയ്യുന്ന മെഷീൻ എന്ന് പറയും. ഈ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെർവർ കമ്പ്യൂട്ടർ ഇല്ലേ, ഇതിനകത്ത് നമ്മൾ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മളൊരു ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അത് അതിൻ്റെ അകത്ത് വരുന്നൊരു സർവീസാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ സിസ്റ്റങ്ങളെയും നമ്മൾ ഈ സെർവറിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ആ സെർവറിനെ നമ്മൾ ഡൊമെയിൻ എന്നാണ് വിളിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ബേസിക് പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് വിശദമായിട്ട് ക്ലാസ്സുകളിൽ പോകാം. അപ്പോൾ അതിനെ നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡൊമെയിനിൽ എല്ലാ സിസ്റ്റങ്ങളും ഈ ഒരു സെർവറിലായിരിക്കും ഈ ഒരു ഡൊമെയിൻ റൺ ആവുന്നുണ്ടാവുക. ആക്റ്റീവ് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കോൺഫിഗർ ചെയ്ത സിസ്റ്റത്തെയാണ് ഡൊമെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഏതിലായിരിക്കും ഉണ്ടാവുക? നമ്മുടെ സെർവറിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മുടെ കമ്പനിയിൽ ഇമെയിൽ, ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഇതെല്ലാം എന്തിലായിരിക്കും റൺ ആവുക? മെയിൽ സെർവർ. എല്ലാ എംപ്ലോയീസിനും മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഡാറ്റകളും എല്ലാം സ്റ്റോർ ആവുക എവിടെയായിരിക്കും? സെർവറിലായിരിക്കും. 2 ടൈപ്പ് സെർവർ ഉണ്ട്. ഒന്ന് വിൻഡോസിന്, മൈക്രോസോഫ്റ്റിന് സെർവർ ഉണ്ട്. അതിനെ വിൻഡോസ് സെർവർ എന്ന് വിളിക്കുക. അതുപോലെ ലിനക്സിനും എന്തുണ്ട്? സെർവർ ഉണ്ട്. നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ സെർവറിനെ കുറിച്ചാണ്. ലിനക്സിന്റെ സെർവറിനെ കുറിച്ച് പഠിച്ചാൽ ലിനക്സിന്റെ സെർവർ റൺ ആവുന്ന കമ്പനികളിൽ ജോലി കിട്ടും. മൈക്രോസോഫ്റ്റിന്റെ സെർവറിനെ കുറിച്ച് പഠിച്ചാൽ മൈക്രോസോഫ്റ്റിന്റെ സെർവർ റൺ ആവുന്ന സിസ്റ്റങ്ങളിൽ സെർവർ അഡ്മിനായിട്ട് ജോലി കിട്ടും. നമ്മുടെ CCNA പോലെ തന്നെ ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരു +2 കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതേ ഉള്ളൂ. ഡിഗ്രി, ഡിപ്ലോമ ഒക്കെ പഠിക്കുന്ന IT സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് പഠിക്കാം. IT സ്റ്റുഡൻസ് എന്ന് പ്രത്യേകം പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കരിയർ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ അക്കൗണ്ടിങ് മേഖലയിലാണ്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് മേഖലയിലാണ്, പ്രോഗ്രാമിംഗ് മേഖലയാണ്, സോഫ്റ്റ്വെയർ സെക്ഷനാണ്, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് കരിയർ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IT ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് CCNA ആണ്. CCNA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സെർവർ അഡ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി, ഡിപ്ലോമയൊക്കെ IT പഠിച്ചവർക്ക് ഒരു ബേസിക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം? ഈ ഒരു കോഴ്സ് പഠിക്കാം. അല്ലെങ്കിൽ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് കോഴ്സ് പഠിച്ചവർക്ക് പഠിക്കാം. അല്ലെങ്കിൽ CCNA കോഴ്സ് പഠിച്ചവർക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാം. CCNA അല്ലെങ്കിൽ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിൻ്റെ പഠിച്ചവർക്ക്, അല്ലെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമ IT എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിൻ്റെ ബേസിക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ബേസിക് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ CCNA ക്ലാസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി റൺ ആവുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് CCNAയുടെ എന്ത് ചെയ്യാം? ബേസിക് പഠിക്കാം. നെറ്റ്വർക്കിൻ്റെ ബേസിക് പഠിക്കാം. പിന്നെ IT ജോബ് അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ ഒരു സെർവർ അഡ്മിൻ ലെവലിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഈ ഒരു കോഴ്സാണ് ഈ ഒരു സെർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നെറ്റ്വർക്കിങ്ങിലുള്ള എല്ലാ കോഴ്സുകൾക്കും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളൊരു കോഴ്സാണ് നമ്മുടെ ഈ സെർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സ്. ഇപ്പോൾ എല്ലാ കമ്പനികളിലും വിൻഡോസിൻ്റെ സെർവർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാ കമ്പനികളിൽ എന്ന് പറഞ്ഞത് ചില കമ്പനികളിൽ ലിനക്സിൻ്റെ സെർവർ ആയിരിക്കും കേട്ടോ, ചില ഇതിൽ വിൻഡോസിൻ്റെ സെർവർ ആയിരിക്കും. എന്തായാലും വിൻഡോസ് സെർവർ യൂസ് ചെയ്യുന്ന കമ്പനികൾ കാണുമല്ലോ. അവിടെ ഡൊമെയിൻ നെറ്റ്വർക്കിലുള്ള സ്ഥാപനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സെർവറിൽ നമ്മൾ ഇടുന്ന ഒരു സർവീസാണ് ഈ പറയുന്ന ആക്റ്റീവ് ഡയറക്ടറി. അതിട്ട് കഴിഞ്ഞാലാണ് ആ സിസ്റ്റത്തെ ഡൊമെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ റൺ ആവുന്ന ഒരു കമ്പനിയിൽ സ്വാഭാവികമായിട്ടും ആരാവശ്യമായിട്ട് വരും? ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് ആവശ്യമായിട്ട് വരും അല്ലേ? അല്ലെങ്കിൽ സെർവർ അഡ്മിനിസ്ട്രേറ്ററിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവിടെ ഈ ഒരു കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് ജോലി കിട്ടും. IT സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, ഹോസ്പിറ്റല്, ബാങ്കിൽ, എല്ലായിടത്തും ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ബാങ്കിലൊക്കെ എന്തായാലും സെർവർ ഉണ്ടാവും. കാരണം അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസുകൾ, അതേപോലെ തന്നെ റിസപ്ഷൻ്റെ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലുകളും എവിടെ ഉണ്ടാവുക? ഈ പറയുന്ന സെർവറിലുണ്ടാവും അല്ലേ? എല്ലായിടത്തും ഉണ്ടാവും. എല്ലാ മേഖലകളിലും, എല്ലാ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മിക്ക സ്ഥാപനങ്ങളിലും ഈ സെർവർ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാകും. ഇന്ത്യയിലും ഗൾഫിലൊക്കെ നിങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാവുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സ്. എന്തുകൊണ്ടാണ് ഈ കോഴ്സ് പഠിക്കണം എന്ന് പറയുന്നത്? നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകണം, ഹൈ സാലറിയിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സാണ്. ഫ്രഷറൊക്കെ ആയിട്ട് നമുക്ക് നല്ല പാക്കേജിൽ ജോലി കിട്ടണം. നിങ്ങൾ CCNA+ സെർവർ അഡ്മിൻ പഠിച്ചു നോക്കുക, നിങ്ങൾക്ക് നല്ല പാക്കേജിൽ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സീനിയർ സിസ്റ്റം അഡ്മിന്, IT മാനേജർ, ക്ലൗഡ് എഞ്ചിനീയർ ഈ ഒരു ലെവലിലോട്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വളരെയധികം ഉപകാരപ്പെടും. എന്തൊക്കെ വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് സിസ്റ്റം അഡ്മിൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് കിട്ടുന്നത് നെറ്റ്വർക്കുകളെ കുറിച്ചാണ്. വർക്ക് ഗ്രൂപ്പ് നെറ്റ്വർക്ക് എന്താ? ഡൊമെയിൻ നെറ്റ്വർക്ക് എന്താ? യൂസർ എന്താ? ഗ്രൂപ്പ് എന്താ? എങ്ങനെയാണ് ഫയൽ സെർവർ ചെയ്യുക? DNS, DHCP, ഗ്രൂപ്പ് പോളിസി, ബാക്കപ്പ് ആൻഡ് സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഹാർഡ്വെയർ നെറ്റ്വർക്കിന്റെ ബേസിക് ഉള്ളവർക്ക്, ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓൾറെഡി നിങ്ങൾക്ക് CCNA നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസിക് നെറ്റ്വർക്കിംഗ് നോളജ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇനി അത് അറിയാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ CCNAയുടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റൊക്കെ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ സെർവർ കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ഹാർഡ്വെയർ നെറ്റ്വർക്കിൻ്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ CCNA നോളജൊക്കെ ഈ പറയുന്ന സെർവറിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കോൺഫിഗർ അങ്ങനെയുള്ള സെർവർ പ്ലസ് ഹാർഡ്വെയർ പ്ലസ് സെർവർ പഠിച്ചാൽ നിങ്ങൾക്കൊരു പവർഫുൾ കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ CCNA പ്ലസ് സെർവർ അഡ്മിൻ പഠിച്ചാൽ നിങ്ങൾക്കൊരു നല്ലൊരു കോമ്പിനേഷനാണ്. ജോലി കിട്ടാനും ഹൈ സാലറിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനും പറ്റുന്നൊരു കോഴ്സാണ്. പിന്നെ നമ്മൾ ക്ലൗഡിലോട്ട് പലരും ഇപ്പം ഞാൻ AWS ക്ലൗഡിൻ്റെ കാര്യം പറഞ്ഞു. അത് ആമസോൺ വെബ് സർവീസാണ്. നിങ്ങൾക്കിപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലൗഡ് ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് ഉണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ എന്ന് വിളിക്കും. ഈ അസ്യൂറിലോട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഈ ഒരു സെർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡിലോട്ടൊക്കെ നിങ്ങളുടെ കരിയർ സ്വിച്ച് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. കാരണം ക്ലൗഡിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ ആദ്യം ബേസിക് അറിയണ്ടേ, സെർവർ എന്താണെന്ന് അറിയണം. കാരണം കമ്പനികളുടെ സെർവറും കാര്യങ്ങളൊക്കെ ക്ലൗഡിലാണ് റൺ ആവുന്നത്, അതൊക്കെ. പക്ഷെ സെർവർ എന്താണ്, അതിൻ്റെ ഫിസിക്കലി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണ്ട നമ്മൾ ക്ലൗഡിലോട്ട് എൻട്രി ചെയ്യാൻ. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ അതിലോട്ടാണ് നിങ്ങൾ ലെവൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ആദ്യം നിങ്ങൾ സെർവർ അഡ്മിനിസ്ട്രേറ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്ലൗഡിലോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ, ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ, ഹൈബ്രിഡ് എൻവയോൺമെൻറ്റ് ഇവരിലൊക്കെ മാറാൻ നിങ്ങൾക്ക് എളുപ്പമുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെങ്ങനെയാണ് ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നത്, മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് സെർവർ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാനിപ്പോൾ അവിടെ നോട്ടൊന്നും ചെയ്യാത്തത് അടുത്ത രണ്ടാമത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ ഉപയോഗിക്കുന്നത് അസെഞ്ചർ, അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത് ക്ലൗഡ് സർവീസിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അസെഞ്ചറിലൊന്നും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കമ്പനി ഡെലോയിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഉപയോഗിക്കുന്നുണ്ട്. HP നമ്മുടെ ഹാവൽറ്റ് ആൻഡ് പെക്കാർഡിൽ ഉപയോഗിക്കുന്നുണ്ട് സെർവർ. ഇൻഫോസിസിൽ, TCS ഇവിടെയൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ സെർവറാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് സ്ഥലങ്ങൾ എവിടെയാണ്, ബാങ്കുകളിൽ, ഹോസ്പിറ്റലിൽ, എഡ്യൂക്കേഷനിൽ, ഗവൺമെൻറ് IT പാർക്കിൽ ഇവിടെയൊക്കെ സ്വാഭാവികമായിട്ടും എന്തുപയോഗിക്കുന്നുണ്ട്, ഈ മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഓക്കെ. ഫേമസ് കമ്പനികളിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഫേമസ് കമ്പനികളുടെ കാര്യം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഏകദേശം ആൾമോസ്റ്റ് 90% ഓഫ് കോർപ്പറേറ്റ് ഓഫീസിലും വേൾഡ് വൈഡ് ആയിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ക്ലൗഡിൻ്റെ അസ്യൂർ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് സെർവർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ സെർവർ എന്താണെന്നുള്ളതൊക്കെയാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഈ സെർവറിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ CCNAയുടെ ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പുള്ള CCNA ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ CCNAയും ഒപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ സെർവറും ഉണ്ട്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ IT കരിയർ ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.